ഒരു മനുഷ്യന്റെ ധൈര്യം ക്ഷയിച്ചു പോയാൽ അവൻ കിടപ്പ് രോഗിയാകും. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രമേണ അവൻ പക്ഷപാത രോഗിയായിട്ട് മാറും. എന്ത് മരുന്ന് ചെയ്താലും അവന് സുഖം പ്രാപിക്കുകയില്ല. വൈദ്യശാസ്ത്രം അവൻ്റെ രോഗത്തിന് മുൻപിൽ തോറ്റുപോകും. ആരെക്കൊണ്ടും അവനെ സൗഖ്യമാക്കുവാൻ കഴിയില്ല. കാരണം അവൻ്റെ ധൈര്യം ക്ഷയിച്ചുപോയി എന്നർത്ഥം. ഒരിക്കൽ ഒരു മനുഷ്യന്റെ ആത്മകഥ ഞാൻ വായിക്കുകയുണ്ടായി. അവനും അവൻ്റെ സഹോദരനും കൂടി ചെറുപ്പം മുതൽ മദ്യപിക്കുക പതിവായിരുന്നു. ഒരു ദിവസം മദ്യപിച്ച് അവർ തമ്മിൽ വഴക്കുണ്ടാക്കി. സാധാരണ അവർ വഴക്കുണ്ടാക്കുക പതിവാണ്. എന്നാൽ ഒരു ദിവസം, ഒരു ദുർഭാഗ്യം എന്ന് പറയട്ടെ, ഒരു ദിവസം അവരുടെ വഴക്കങ്ങ് മൂത്തു. തമ്മിൽ കാര്യങ്ങൾ പറഞ്ഞ് ഒരു വളരെ ഗൗരവമേറിയ ഒരു സിറ്റുവേഷനിൽ അവരെത്തി. പൊടുന്നനവേ ഇളയ സഹോദരൻ എന്തോ ഒരു ആയുധമെടുത്ത് ജ്യേഷ്ഠനെ മർദ്ദിച്ചു. ജ്യേഷ്ഠന് മുറിവേറ്റ് തൽക്ഷണം മരിച്ചുപോയി. അനുജൻ തൻ്റെ കഴിവും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ച് സമ്പന്നമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ വളർന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർക്ക് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ ആ സമ്പത്തും തൻ്റെ ബുദ്ധിയും എല്ലാം കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് ഇത് താനല്ല കൊല ചെയ്തതെന്ന് വരുത്തി തീർക്കുവാൻ ധാരാളം തെളിവുകൾ നശിപ്പിക്കുകയും പെട്ടെന്നൊരു ബഹളമൊക്കെ ഉണ്ടാക്കി ആൾക്കാരെ കൂട്ടി വരുത്തി താൻ ഓടി വന്നപ്പോൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്നു എന്ന് അലറി വിളിച്ച് കരഞ്ഞു. പോലീസ് വന്നു, കേസ് ഫയൽ ചെയ്തു, അന്വേഷണം ആരംഭിച്ചു. ഈ സഹോദരനെ കൊന്നത് ആരെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. വളരെ തന്ത്രപരമായിട്ട് ഉള്ളതായ ഒരു സംഭവമായതിനാൽ സംശയത്തോടുകൂടി ഈ സഹോദരനെ അവർ തമ്മിലിരുന്ന് മദ്യപിക്കുക പതിവായിരുന്നതിനാൽ ഒരു സംശയത്തോടുകൂടി പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത് അത് ജയിലിലാക്കുകയുണ്ടായി. ചില മാസങ്ങൾക്കും ചില വർഷങ്ങളിലോളം ആ കേസ് അങ്ങനെ നീണ്ടുപോയി. എന്നാൽ കുറെ കാലം കഴിഞ്ഞിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടു ഈ സഹോദരനല്ല കൊല ചെയ്തത്. അതുകൊണ്ട് തൻ്റെ ബുദ്ധിയും കഴിവുമൊക്കെ ഉപയോഗിച്ച് ഒരു ദിവസം ആ ജയിലറകളിൽ നിന്ന് താൻ മുക്തനായി വെളിയിലേക്ക് വന്നു. എന്നാൽ തൻ്റെ ഭവനത്തിൽ നിന്ന് തന്നെ എതിരേൽക്കുവാനും തന്നെ സ്വീകരിക്കുവാനും ആരും ജയിലിൻ്റെ വാതിക്കൽ കാവൽ നിന്നില്ല. തനിക്ക് വിഷയം നന്നായിട്ട് അറിയാം. തൻ്റെ ഹൃദയത്തിൽ വലിയ പശ്ചാത്താപം തനിക്കുണ്ട്. കോടതി തന്നെ കുറ്റവിമുക്തനാക്കിയെങ്കിലും തനിക്കറിയാം താനാണ് കുറ്റം ചെയ്തതെന്നുള്ള കാര്യം തനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു കോടതിയുണ്ട്. ആ കോടതി അവനെ കുറ്റം വിധിച്ചുകൊണ്ടേയിരുന്നു. താങ്ങാനാകാത്ത കുറ്റബോധം കൊണ്ട് നാട്ടിലെങ്ങും നിൽക്കാതെ അവൻ അന്യദേശത്തേക്ക് പോയി. എന്തിനു പറയുന്നു? ഈ കുറ്റബോധം അവൻ്റെ ഹൃദയത്തിൽ വളരെയധികം ഓരോ ദിവസവും വർദ്ധിച്ചു വന്നിട്ട് അവൻ രോഗിയായി തീർന്നു. അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പല വൈദ്യശാസ്ത്രം കൊണ്ട് പല രീതിയിൽ ചികിത്സ നടത്തി നോക്കി. ഒരു ചികിത്സയ്ക്കും അവനെ രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. കുറേ നാളുകൾക്ക് ശേഷം അവൻ കിടപ്പ് രോഗിയായി മാറി. എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പക്ഷപാത രോഗിയായി മാറി. താൻ ജയിലിലായിരിക്കുമ്പോൾ സാധാരണയായി സുവിശേഷം അറിയിക്കുന്നവർ, ജയിലിലൊക്കെ സുവിശേഷം അറിയിക്കുന്നവർ പുതിയ നിയമം, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമ പതിപ്പുകൾ ധാരാളം ആവശ്യമുള്ളവർക്ക് വായിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. അങ്ങനെ ഒരു പതിപ്പ് തൻ്റെ കയ്യിലുണ്ട്. രോഗിയായി കിടക്കുന്ന സമയത്ത് താൻ ആ പുസ്തകത്തിലെ ഒരധ്യായം ഭാഗ്യവശാൽ വായിക്കുകയുണ്ടായി. ജയിലറകളിലായിരുന്നപ്പോൾ ആദ്യോടവസാനം ഈ വേദപുസ്തകം, പുതിയ നിയമം ധാരാളം താൻ വായിച്ചതാണ്, ഗ്രഹിച്ചതാണ്. എങ്കിലും അന്നത്തെ ദിവസം തൻ്റെ ശ്രദ്ധ, തൻ്റെ കണ്ണുകൾ ഒരു പ്രത്യേക ആ അധ്യായത്തിൽ വന്ന് നിൽക്കുകയുണ്ടായി. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം. യേശു ഒരിക്കൽ തൻ്റെ പിതൃനഗരത്തിൽ താൻ എതിർച്ചയ വരികയുണ്ടായി. സാധാരണയായി ആ പിതൃനഗരം യേശുവിനെ ഒരു പ്രവാചകനെന്നോ ദൈവപുത്രനെന്നോ ഇസ്രായേലിൻ്റെ രാജാവെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബഹുമാനം തനിക്ക് കൊടുത്ത് ആദരിച്ചിരുന്നില്ല. അങ്ങനെയാണ് കർത്താവ് ഒരിക്കൽ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ഒരു പ്രവാചകനും തൻ്റെ പിതൃനഗരത്തിൽ പ്രസിദ്ധനല്ല, അംഗീകാരമുള്ളവനല്ല, സ്വീകാര്യനല്ല, ബഹുമാനമുള്ളവനായിരിക്കുകയില്ല. ഒരു രീതിയിലും തൻ്റെ പിതൃദേശത്ത് ഒരു പ്രവാചകൻ ശോഭിക്കുകയില്ല എന്ന്
താൻ ഒരിക്കൽ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. എങ്കിലും ഒരു ദിവസം ആർക്കു വേണ്ടിയോ യേശു പിതൃദേശത്ത് എത്തി. താൻ എത്തിയപ്പോഴേക്കും അവിടുത്തെ ജനങ്ങൾക്ക് കുറെ മാറ്റങ്ങളുണ്ടായി. യേശുവിനെ കുറിച്ച് അവർ കേട്ടിട്ടായിരിക്കാമോ എന്തോ ആ യേശുവിൽ അവർ ബഹുമാനിക്കാതിരുന്ന യേശുവിനെ കുറിച്ചുള്ളതായി ഒരു ശ്രുതി അവരുടെയൊക്കെ ചെവിയിൽ എത്തിയിരിക്കണം. അങ്ങനെ ആ നാട്ടുകാരിൽ ചിലർ, വിശ്വാസമുള്ളവർ ചില പുരുഷന്മാർ ഒരു കിടപ്പ് രോഗിയെ, ഒരു പക്ഷപാത രോഗിയെ യേശുവിൻ്റെ അടുത്ത് ചുമന്നും കൊണ്ടുവന്നു. യേശു വളരെ താല്പര്യത്തോടുകൂടി ആ രോഗിയെ നോക്കി. ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് കർത്താവ് പുഞ്ചിരിച്ചു. കാരണം ചില നാളുകൾക്കും മാസങ്ങൾക്കും മുമ്പ് യേശുവിനെ അവിടെ നിന്ന് വളരെ ബഹുമാനമില്ലാതെ പറഞ്ഞയച്ച ഒരു പട്ടണമാണ്. എങ്കിലും ആ ദേശത്ത് വന്നതായ വ്യത്യാസത്തെക്കുറിച്ച് യേശു ഒന്ന് ചിന്തിച്ചു കാണും. ആ പക്ഷപാത രോഗിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നവരുടെ വിശ്വാസത്തെ കർത്താവ് മാനിച്ചു. താൻ ആശ്ചര്യപ്പെട്ടു. അതിനുശേഷം ആ രോഗിയുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, സഹോദര, ധൈര്യമായിരിക്കൂ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു. ഇത് കേട്ട ഉടനെ തന്നെ ആ കിടപ്പ് രോഗി, പക്ഷപാത രോഗി സൗഖ്യമുള്ളവനായി എഴുന്നേറ്റു. അനേകരുടെ ചോദ്യങ്ങൾക്ക് യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും യേശുവിൻ്റെ ആ സൗഖ്യമാക്കുന്ന കരങ്ങളെക്കുറിച്ചും അവനിൽ വ്യാപരിച്ചിരുന്ന ശക്തിയെക്കുറിച്ചും ചോദ്യങ്ങൾ വളരെ ഉണ്ടായി. ആ ചോദ്യങ്ങൾക്ക്, ഉയർന്നു വന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയായി ആ സൗഖ്യം അവിടെ സാക്ഷിയാക്കപ്പെട്ടു. എന്തിനു പറയുന്നു? ഈ കഥയിൽ ഉണ്ടായിരുന്നതായ ആ വ്യക്തി, ആ സഹോദരൻ, കൊലപാതകനായിരുന്ന സഹോദരൻ, യേശു ചെയ്തതായ ആ അത്ഭുതത്തെക്കുറിച്ച് തൻ്റെ ഹൃദയത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തുകയുണ്ടായി. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് വായിക്കാൻ കഴിയും. നോക്കൂ, ഒരു മനുഷ്യനെ വ്യതിയാനപ്പെടുത്തിയത് അപ്പോഴാണ് ആ മനുഷ്യന് മനസ്സിലായത്, പക്ഷപാതമെന്ന് പറയുന്നത് ഒരു രോഗമല്ല, അതൊരു മനസ്സിൻ്റെ അവസ്ഥയാണ്. ഒരു മനുഷ്യൻ്റെ ധൈര്യം ക്ഷയിച്ചു പോകുമ്പോൾ അവൻ്റെ പാപത്തെക്കുറിച്ചുള്ളതായ ഒരു ബോധം, അവൻ്റെ ഹൃദയത്തിൻ്റെ കോടതി അല്ലെങ്കിൽ മനസാക്ഷിയുടെ കോടതി അവനെ കുറ്റം വിധിച്ച് അവന് ക്ഷമയില്ലാത്തൊരു ജീവിതമാണ് അവൻ ചെയ്യുന്നതെങ്കിൽ ആ കോടതി അവനെ ഓരോ ദിവസം തോറും ക്ഷയമുള്ളവനാക്കി, ക്ഷതമുള്ളവനാക്കി, ക്ഷീണമുള്ളവനാക്കി അവനെ കിടപ്പ് രോഗിയാക്കി മാറ്റും എന്നർത്ഥം. യേശു രോഗിയെ സൗഖ്യമാക്കുക അല്ല ചെയ്തത്. അവനോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസാക്ഷിയുടെ കോടതി എപ്പോൾ അംഗീകരിക്കുന്നോ അപ്പോൾ മനുഷ്യൻ ബലമുള്ളവനായി തീരുന്നു, അവൻ്റെ രോഗത്തിൽ നിന്ന് അവന് വിടുതലായി ഉണ്ടാകുന്നു എന്ന് സാരം. കർത്താവ് അതാണ് അവിടെ എടുത്ത് കാണിച്ചത്. മനുഷ്യന്റെ പാപം അവനിൽ ക്ഷമിക്കപ്പെടാതിരിക്കുന്നിടത്തോളം കാലം അവൻ രോഗത്തിൽ നിന്ന് മുക്തനാകുന്നില്ല. എന്നാൽ എൻ്റെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്നുള്ളതായ ഒരു ബോധം എൻ്റെ മനസാക്ഷിയുടെ കോടതി അംഗീകരിക്കുമ്പോൾ ആ രോഗത്തിൽ നിന്ന് എനിക്ക് വിടുതൽ ലഭിക്കുന്നു. നോക്കൂ, മനുഷ്യനിർമ്മിതമായി ഈ ലോകത്തിൽ നമ്മുടെ രാജ്യത്തിനെല്ലാം കോടതികളുണ്ട്. ഓരോ ദേശത്തിനും ഓരോ ഭാഷക്കാർക്കും അവരവരുടേതായ കോടതികൾ ചില വ്യവസ്ഥകളിലൂടെ നിലനിൽക്കുന്നുണ്ട്. ഒരു കോടതി ഒരു മനുഷ്യനെ കുറ്റവിമുക്തനാക്കിയാൽ അവൻ യഥാർത്ഥത്തിൽ കുറ്റവിമുക്തനാകുന്നില്ല. അടുത്ത കോടതി, അതിനേക്കാട്ടും വലിയൊരു കോടതി മനുഷ്യന്റെ മനസ്സാണ്, മനുഷ്യന്റെ മനസാക്ഷിയാണ്. ആ മനസാക്ഷി ഒരു കോടതിയായി ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. അവനെ തെറ്റും ശരിയും പറഞ്ഞ് മനസ്സിലാക്കുവാനും അവനെ തെറ്റിനെക്കുറിച്ചുള്ളതായ ഒരു ബോധം അവനിൽ ഉളവാക്കുവാനും ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത, എന്നാൽ ഓരോ വ്യക്തിക്കും അവനവന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ശക്തമായ ഒരു കോടതിയെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ഉള്ളിൽ കോടതിയുണ്ട്, നമ്മുടെ ഉള്ളിൽ വക്കീലന്മാരുണ്ട്, നമ്മുടെ ഉള്ളിൽ ആ വിധിക്കുന്നതായ വിധികർത്താക്കളുണ്ട്. നാം നമ്മെ തന്നെ പലപ്പോഴും വിധിക്കുന്നവരായിരിക്കുകയാണ്. നമ്മുടെ മനസാക്ഷി നമ്മെ കുറ്റം വിധിക്കുന്നു. നമ്മുടെ മനസാക്ഷി നമ്മെ കുറ്റം വിധിക്കുമ്പോൾ നാം രോഗത്തിൽ നിന്നും മുക്തി നേടുന്നില്ല. രോഗത്തിൻ്റെ അവസ്ഥ നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനത നമ്മളെ അല്പാൽപമായി കാർന്ന് തിന്നുകൊണ്ട് നമ്മളെ മുഴുവനായി അല്പാൽപമായി കിടപ്പ് രോഗികളാക്കും. എന്നാൽ യേശു പക്ഷപാത രോഗിയോട് പറയുകയാണ്, മകനെ, നിന്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് നീ ഉൾക്കൊള്ളുക, നീ ധൈര്യപ്പെടുക. ആ ധൈര്യം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ
നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥയിൽ നമുക്കൊരു വ്യത്യാസം വരും. എല്ലാ രോഗവും പാപക്ഷമകൾ ലഭിക്കാത്തത് കൊണ്ടായിരിക്കണമെന്നില്ല. ശരീരത്തിൻ്റെ ബലഹീനതയാലുള്ള രോഗങ്ങളുമുണ്ട്. അങ്ങനെയുള്ള രോഗികളെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കി. ചിലരോട് കിടക്കയെടുത്ത് നടക്കുവാൻ പറഞ്ഞു, ചിലരെ ബലപ്പെടുത്തി, ചിലരുടെ മേൽ കൈവച്ചു, ചിലരുടെ മേൽ ദൈവം അത്ഭുത പ്രവൃത്തികളിൽ കൂടെ ചിലരെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നാൽ ഇവിടെ ഒരു പക്ഷപാത രോഗിയെ കർത്താവ് സൗഖ്യമാക്കിയത് മറ്റെല്ലാ സൗഖ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അവൻ്റെ ഉള്ളിലെ കോടതിയോട് പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവ പൈതലേ, അനേക ദിവസങ്ങളായി, വർഷങ്ങളായി നിന്റെ ജീവിതത്തിൽ മരുന്നുകൾ ഫലിക്കാതെ വൈദ്യശാസ്ത്രങ്ങൾ തോറ്റുപോയിട്ടുള്ളതായ അനേക പ്രാർത്ഥനകളും പ്രയത്നങ്ങളും ചികിത്സകളും അനേക ശുശ്രൂഷകളും നിന്റെ ജീവിതത്തിൽ തോൽവി അടഞ്ഞുകൊണ്ട് മറ്റെല്ലാ ശുശ്രൂഷകളെയും വെല്ലുവിളിച്ചുകൊണ്ട് നിന്റെ രോഗ അവസ്ഥ നിന്നെ അല്പാൽപമായി വിഴുങ്ങുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഇന്ന് കർത്താവ് സൗഖ്യമാക്കിയതായ ഒരവസ്ഥയിലേക്ക് നീ ഒന്ന് കടന്നു വരിക. നിന്റെ ഹൃദയത്തിൻ്റെ കോടതി നിന്നെ കുറ്റം വിധിക്കുന്നുണ്ടോ? മനസ്സാക്ഷി നിന്നെ കുറ്റം വിധിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ കർത്താവിനെ അഭയം പ്രാപിക്കുക. നീ നിന്നെ തന്നെ ചുമന്നുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ കർത്താവിൽ നിന്നൊരു വാക്ക് കേൾക്കാം, മകനെ, നിന്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു, ധൈര്യപ്പെടുക. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ളതായ ധൈര്യം, ആ പാപം ക്ഷമിച്ചു തന്നിരിക്കുക എന്നുള്ളതായ ബോധം നമ്മുടെ മനസ്സാക്ഷി അംഗീകരിച്ചു കഴിയുമ്പോൾ ആ അംഗീകാരം നമ്മുടെ ശരീരത്തിൻ്റെ നാഡീവ്യൂഹങ്ങളിലേക്ക്, രക്തധമനികളിലേക്ക് അത് പാസ് ചെയ്യപ്പെടുന്നു. നാം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. നാം ജീവനും ജീവന്റെ ചൈതന്യവും പ്രാപിച്ചവരായി തീരുന്നു. നമ്മിൽ നാം അറിയാതെ ഒരു ശക്തി കടന്നു വരുന്നു. എവിടെ നിന്നാണ് ശക്തി? ദൈവത്തിൻ്റെ വാക്കിനാൽ. അത് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകൾ, കർത്താവിൻ്റെ വാക്കുകൾ നമ്മുടെ വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്ന് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ മനസാക്ഷിയുടെ കോടതി നമ്മെ മുറ്റുമായി എഴുന്നേൽക്കുമാറാക്കുന്നു, നടക്കുമാറാക്കുന്നു, ഓടുമാറാക്കുന്നു. ഒരു ദൈവിക സുഖം മറ്റാർക്കും തരുവാൻ കഴിയാത്തതായ ഒരു സൗഖ്യത്തിൻ്റെ ധാര നമ്മളിലേക്ക് ഒഴുകുന്നു. നാം ജയാളികളായി മാറുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. രോഗം അത് നിത്യവും മനുഷ്യനെ വിഴുങ്ങിക്കളയുന്ന ഒരവസ്ഥയല്ല. രോഗത്തിനൊരു മൂലകാരണം കാണും. ശരീരത്തിൻ്റെ ബലഹീനതകളാലും മറ്റനേക വ്യാധികളാലും നമുക്ക് പലവിധമായ രോഗങ്ങൾ ഉണ്ടാകുമെങ്കിലും എല്ലാ പക്ഷപാതവും രോഗമല്ല. അനേക പക്ഷപാതങ്ങളും ധൈര്യക്കുറവിനാൽ നിന്റെ പാപത്തെ ദൈവം ക്ഷമിച്ചു തന്നിരിക്കുന്നുള്ളതായൊരു ബോധം നിന്റെ ഹൃദയത്തിൽ വാഴാത്തതിനാൽ നിന്നെ ദിനം തോറും അസ്വസ്ഥനാക്കിക്കൊണ്ട് അസമാധാനം നിനക്ക് തന്നുകൊണ്ട് നീ ബലഹീനനാണെന്ന് നിത്യവും നിന്നോട് സംസാരിച്ചുകൊണ്ട് അത് നിന്നെ ശക്തി കുറച്ചവനാക്കി തീർക്കുന്നു. എന്നാൽ ദൈവം തരുന്നതായ പാപക്ഷമയും ദൈവത്തിൻ്റെ വചനങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ ആ വാക്കുകൾ നമ്മളിൽ ചലനാത്മകമായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. നമ്മളെ രൂപാന്തരപ്പെടുത്തും. നാം വേറൊരു മനുഷ്യരാകും. ബലഹീനരെങ്കിലും നാം ബലമുള്ളവരെ പോലെ നമുക്ക് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറയാനുള്ള ഒരു ബലവും ശക്തിയും കർത്താവ് തരും. കർത്താവിലുള്ളതായ വിശ്വാസം, ആ കർത്താവിലുള്ളതായ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ വാഴുമ്പോൾ ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്നതായ നിത്യജീവന്റെ ആ ധാരയായ സുവിശേഷം നമ്മളിൽ അത് വിജയകരമായ ചില പ്രവൃത്തികൾ ചെയ്യുന്നതിനിടയായിത്തീരും. നാം ദൈവമക്കളായിത്തീരുന്നു. വിശ്വാസത്താൽ ഒരു മനുഷ്യൻ സൗഖ്യം പ്രാപിക്കുന്നത് അങ്ങനെയാണ്. അതിനെയാണ് ദൈവിക രോഗശാന്തി എന്ന് പറയുന്നത്. ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തരുന്നതായ ഒരു വിശ്വാസം. ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ സഹായിക്കട്ടെ. യേശു ആ രോഗിയെ കണ്ടപ്പോൾ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നു, യേശു ആ രോഗിയുടെ അടുത്ത് വന്ന് പറയുക, മകനെ, ധൈര്യപ്പെടുക. ഇന്ന് യേശു ആ രോഗിയോട് പറഞ്ഞതായ ധൈര്യം ഈ വചനത്തിൽ കൂടെ പ്രിയ ദൈവവൈദ്യരെ നീയും സ്വീകരിച്ച് നീ ബലമുള്ളവനാകേണ്ടതിന്, നീ സൗഖ്യമുള്ളവനാകേണ്ടതിന്, നീ എഴുന്നേറ്റ് നടക്കേണ്ടതിന്, നിന്റെ ആ കിടപ്പ് രോഗത്തിൽ നിന്ന് നിനക്കൊരു സൗഖ്യം ലഭിക്കുവാൻ, ചൈതന്യമുള്ളവനാകുവാൻ, നിന്റെ കൈകാലുകളെ ബലപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വചനം നിന്റെ മേൽ വ്യാപരിക്കുവാൻ ഈ വചനം നിന്നെ സഹായിക്കുമാറാകട്ടെ. നിന്നിൽ കൂടെ പലരുടെയും ചോദ്യങ്ങൾക്ക് അതൊരു മറുപടിയായി തീരുമാറാകട്ടെ. യേശുവിൻ്റെ പിതൃഭവനത്തിൽ യേശുവിനെ കുറിച്ചുള്ളതായ ഒരു ചോദ്യം, ഒരു സംശയം, അവരാരെന്നുള്ളതായ ഒരു ആക്ഷേപം ആ ദേശത്തെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഒരു കിടപ്പ് രോഗിയിൽ ദൈവം വ്യാപരിപ്പിച്ചതായ പാപക്ഷമയാലുള്ളതായ സൗഖ്യം
അവൻ്റെ ജീവിതം, ആ മാറ്റം, ആ വ്യതിയാനം ആ ദേശത്തെ രക്ഷിക്കുവാനിടയായി തീർന്നു. ആ ദേശത്തെ വിശ്വാസം കൊണ്ടുവരുവാനിടയായി തീർന്നു. പരീശന്മാരുടെ ഉള്ളിൽ അനേക സംശയങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നെങ്കിലും യേശു ആ സൗഖ്യപ്പെട്ടവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആരെന്ന് വ്യക്തമായി അവരോട് സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ട ദൈവവൈതലേ, നാം വിശ്വസിക്കുമ്പോൾ നമ്മെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്, നമ്മുടെ കർത്താവിന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് മറ്റുള്ളവരോട് സംസാരിക്കുവാൻ അതൊരു വഴിത്തിരിവായി മാറ്റപ്പെടുന്നു. ഗോഡ് ബ്ലെസ് യു.